നമസ്കാരം. ഏറ്റവും ബഹുമാനിയായ SOCG ഷീല ടീച്ചർ, SOC പ്രശാന്ത് സാർ, രാമേന്ദ്രൻ പന്തിരട്ടി സാർ, DCമാർ, DOCമാർ, DTCമാർ, ട്രഷറർ, LA സെക്രട്ടറിമാർ, യൂണിറ്റ് ലീഡേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ലോകം COVID-19 എന്ന സങ്കീർണമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ പുതുതലമുറയ്ക്ക് മാതൃകാപരമായ മാർഗദർശകമാണ് സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സംജാതമാകുന്നത്. കുട്ടികളുടെ സർവതോമുഖമായ വികസനത്തിന് ഈ കോവിഡ് കാലത്തും ജില്ലയിലെ എല്ലാ യൂണിറ്റിനും നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ പല സംഘടനകളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനങ്ങളെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന ഒരു പുതിയ സംഘടന ഉണ്ടാക്കി 1950 നവംബർ 7 ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന ഒരു സംഘടന രൂപീകരിച്ചു. ഇന്ന് 70ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഏവർക്കും ജില്ലാ അസോസിയേഷൻ്റെ സ്ഥാപക ദിന ആശംസകൾ നേരുന്നു. താമരശ്ശേരി ജില്ലയിൽ ഈ 8 ദിവസങ്ങളിലായിട്ട് വ്യത്യസ്തങ്ങളായ വിവിധ പ്രോഗ്രാമുകൾ യൂണിറ്റ് ലീഡേഴ്സിനും കുട്ടികൾക്കുമായിട്ട് നടപ്പിലാക്കുന്നു. അതിൽ സ്ഥാപക ദിനം, പ്രതിജ്ഞ പുതുക്കൽ, ഓൺലൈൻ ക്വിസ് മത്സരം, വെബിനാർ, മോട്ടിവേഷൻ ക്ലാസ്, കൾച്ചർ പ്രോഗ്രാം, ഡിജിറ്റൽ മാഗസിൻ, ശിശുദിന പ്രോഗ്രാം തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങൾ. ഇന്ന് ഇതിൻ്റെ സ്കൗട്ട് ഗൈഡ് വാരത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനവും ശിശുദിന സന്ദേശവും നടക്കുന്ന പ്രോഗ്രാമാണ് നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് വന്ന ഏവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മീറ്റിംഗ്, ഈ സ്കൗട്ട് ഗൈഡ് വാരം ഉദ്ഘാടനം ചെയ്യുന്നത് SOCG ഷീല ജോസഫ് ടീച്ചറാണ്. ടീച്ചറിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്ഥാപക ദിന സന്ദേശം നൽകുന്ന SOC പ്രശാന്ത് സാർ, രാമേന്ദ്രൻ പന്തിരട്ടി സാർ, ഇവരെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കുന്ന LA സെക്രട്ടറി ത്രിവിക്രമൻ സാർ, വിനോദിനി ടീച്ചർ, ജില്ലാ ഭാരവാഹികൾ, യൂണിറ്റ് ലീഡേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ഭാരവാഹികളെ, നമ്മൾ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ 70ാം ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ന് നിങ്ങളോടുകൂടെ ആയിരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ 70ാം പിറന്നാളിനോടനുബന്ധിച്ച് ലോക്കൽ, ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ ധാരാളം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. താമരശ്ശേരി ജില്ല തനതായ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത്. ഈ വാരാഘോഷം ഏറ്റവും ഭംഗിയായിട്ട് തീരട്ടെ. അതിന് നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന നിറയെ വിഭവങ്ങളുണ്ട്. നിങ്ങളുടെ പ്രതിജ്ഞ പുതുക്കലുണ്ട്, ക്വിസ് കോമ്പറ്റീഷനുണ്ട്, ഗൂഗിൾ മീറ്റുണ്ട്. വിവിധ തരം പരിപാടികളിലൂടെ നടത്തുന്ന ഈ പരിപാടി ഏറ്റവും ഭംഗിയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന് ചുക്കാൻ പഠിക്കുന്ന ജില്ലാ അസോസിയേഷൻ ഭാരവാഹികളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഈ സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം ലോകത്തിൽ ഇത്രയേറെ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നതെന്ന് നമ്മൾ ഒരു നിമിഷം ആലോചിക്കണം. ഏകദേശം 200 രാജ്യങ്ങളിൽ സ്കൗട്ട് പ്രസ്ഥാനവും 150 രാജ്യങ്ങളിൽ ഗൈഡ് പ്രസ്ഥാനവും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം എല്ലാവരും ഇത്ര കാര്യമായി ഏറ്റെടുക്കുന്നത്? എന്തെന്നാൽ ഇത് ഈ സ്കൗട്ടിങ് ഗൈഡിങ് ഗീവ്സ് ഫൺ, അഡ്വഞ്ചർ ആൻഡ് എ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്. കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ വാരാഘോഷം, സ്കൗട്ട് ഗൈഡ് സ്ഥാപക വാരാഘോഷം ഏറ്റവും ഭംഗിയായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു.
നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. താങ്ക് യു. പ്രിയപ്പെട്ട സ്കൗട്ട് ഗൈഡ് സഹോദരങ്ങളെ, ഇന്ന് 2020 നവംബർ 7-ാം തീയതി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ 70ാമത് ഫൗണ്ടേഷൻ ഡേ ആചരിക്കുകയാണ്. ആദ്യമായി എല്ലാ സ്കൗട്ട് ഗൈഡ് കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഫൗണ്ടേഷൻ ഡേ ദിനാചരണ ആശംസകൾ. 1909 തന്നെ ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചെങ്കിലും വിവിധങ്ങളായ ഗ്രൂപ്പുകളായിക്കൊണ്ട്, വിവിധങ്ങളായ അസോസിയേഷനുകളായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്കൗട്ട് പ്രസ്ഥാനത്തെ, സ്കൗട്ടിന്റെ പ്രവർത്തകരെ ഇന്ത്യൻ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിക്കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ആളുകളുടെ എല്ലാം തന്നെ ശ്രമഫലമായിക്കൊണ്ട് 1950 നവംബർ 7-ാം തീയതി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന സംഘടന രൂപീകൃതമായി. സ്കൗട്ട് ഗൈഡ് സംഘടന ഒരു കുടക്കീഴിലായി എന്നത് മാത്രമല്ല, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന ഒറ്റപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്കൗട്ട് ഗൈഡ് സംഘങ്ങളെ എല്ലാം തന്നെ ഒരുമിച്ച് ചേർക്കാൻ ഈ ഒരു പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. വേൾഡ് ഗൈഡ് അസോസിയേഷന്റെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള ഒരു കാലതാമസം നേരിട്ടതിനാൽ ഗൈഡ് സംഘടന 1951 ഓഗസ്റ്റ് 15 കൂടിയാണ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ ഔദ്യോഗികമായി അംഗീകാരം ലഭിക്കുന്നത്. എങ്കിലും 1950 നവംബർ 7-ാം തീയതി തന്നെ ഈ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നു. ഇന്ത്യയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തിന്റെ പങ്ക് ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ ഫലമായി ഇന്ദിരാഗാന്ധി അവാർഡുകളും പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം, അതുപോലെ തന്നെ സ്കൗട്ട് ഗൈഡുകളുടെ പ്രവർത്തനത്തിന്റെ മികവിന്റെ വെളിച്ചത്തിലാണ് ദേശീയ തലത്തിലുള്ള പ്രൈം മിനിസ്റ്റർ ഷീൽഡ് കോമ്പറ്റീഷനും രാഷ്ട്രപതി പുരസ്കാരവും എല്ലാം തന്നെ നമ്മുടെ സംഘടനയ്ക്ക് അനുവദിച്ചു കിട്ടിയത്. ഇന്ന് ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും വളരെ സുത്യർഹമായ രീതിയിൽ നമ്മുടെ പ്രവർത്തകർ പ്രവർത്തന രംഗത്താണ് എന്നത് നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ഒരു സ്കൗട്ട് എന്ന രീതിയിൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഒരു അംഗമായത് എന്ന നിലയിൽ വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു ജീവിതമാണ് എനിക്ക് ലഭിച്ചതെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സ്ഥാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട സ്കൗട്ട് ഗൈഡ് പ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നവംബർ 7 ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സ്ഥാപക ദിനം അഥവാ ഫൗണ്ടേഷൻ ഡേ. 1950 നവംബർ 7-നാണ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് സ്ഥാപന നടക്കുന്നത്. ആ നിലയ്ക്ക് ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന് 70 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ്.
ലോക വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ സംഭാവന നൽകിയത് ഒരു വിദ്യാഭ്യാസ ചിന്തകനല്ല, മറിച്ച് സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ബേഡൻ പവൽ പ്രഭു ആണ് എന്ന്, ഇതൊരു അത്ഭുതമാണ് എന്ന് ലോകത്തിലെ തത്വചിന്തകനായ ബർണാഡ് ഷാ ഒരിക്കൽ പറയുകയുണ്ടായി. അതെ, തൻ്റെ പട്ടാള ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ 1907 ബ്രൗൺസീ ദ്വീപിൽ വെച്ച് നടത്തിയ 21 കുട്ടികളെ ചേർത്ത് നടത്തിയ പരീക്ഷണ ക്യാമ്പാണ് ഇന്ന് ലോകരാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ച സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. 1908 സ്കൗട്ടിങ്ങിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ ഗ്രന്ഥം വായിച്ച് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലെയും കുട്ടികൾ സ്വയം പട്രോളുകളായി തിരിഞ്ഞ് സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം, സ്കൗട്ട് ഗൈഡ് യൂണിറ്റുകൾ സ്വയം തുടങ്ങുകയായിരുന്നു. 1909 തന്നെ ഇന്ത്യയിലും സ്കൗട്ട് ഗൈഡ് യൂണിറ്റുകൾ തുടക്കം കുറിച്ചു. ആദ്യമായി ബാംഗ്ലൂരിലാണ് സ്കൗട്ട് യൂണിറ്റ് തുടക്കം കുറിച്ചത്. പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പല പേരുകളിൽ സ്കൗട്ട് ഗൈഡ് യൂണിറ്റുകൾ തുടങ്ങുകയുണ്ടായി. മൈസൂർ, കൽക്കട്ട, ഹൈദരാബാദ് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിൽ സ്കൗട്ട് ഗൈഡ് യൂണിറ്റ് തുടങ്ങുകയുണ്ടായി. തുടർന്ന് കബ്, റോവർ, ഗൈഡ് വിഭാഗം മുതലായ യൂണിറ്റുകൾ പല സ്ഥലങ്ങളിലും തുടരുകയും ചെയ്തു. പക്ഷേ അന്ന് ബ്രിട്ടീഷുകാരുടെ മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു അംഗത്വം നൽകിയിരുന്നത്. എന്നാൽ നമ്മുടെ പ്രവർത്തകരുടെ, ദേശീയ നേതാക്കളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഭാരതത്തിലെ കുട്ടികൾക്ക് കൂടി അംഗത്വം ലഭിക്കാനുള്ള ഇട ഉണ്ടായി. പക്ഷേ പൊതുവായ ഒരു ദേശീയ നേതൃത്വം ഈ യൂണിറ്റുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു നമുക്ക് അറിഞ്ഞിരുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായി പലവിധ മാറ്റങ്ങൾ വന്നതോടുകൂടി സ്കൗട്ട് ഗൈഡ് യൂണിറ്റുകൾ വളരുകയും തളരുകയും ഒക്കെ ഉണ്ടായി. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യദിനം 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം വന്ന മന്ത്രിസഭ 1950 നവംബർ 7 ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി. 1951 ആഗസ്റ്റ് 15 ഗൈഡ് വിഭാഗം കൂടി ഈ സംഘടനയിൽ ചേർന്നതോടുകൂടി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന സംഘടന പൂർണ്ണമാവുകയായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ മൗലാന അബ്ദുൽ കലാം ആസാദും മറ്റ് ദേശീയ നേതാക്കളും ഈ സംഘടനയെ വളരാനും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ വിവിധ സംസ്ഥാന അസോസിയേഷനുകൾ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായുണ്ട്. ഇതുകൂടാതെ കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി തുടങ്ങിയവയും വിവിധ റെയിൽവേ അസോസിയേഷനുകളും ഇതിലംഗമാണ്. ആകെ 59 അസോസിയേഷനുകളിലായി 60 ലക്ഷത്തോളം സ്കൗട്ട് ഗൈഡ് സജീവാംഗങ്ങൾ നമ്മുടെ സംഘടനയിലുണ്ട്. ലോകത്തിൽ സ്കൗട്ട് ഗൈഡുകളുടെ എണ്ണത്തിൽ അമേരിക്കയാണ് 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം ഭാരതത്തിനാണ്, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനാണ് എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ലോക സംഘടനയായ WOSM, WAGGGS എന്നീ സംഘടനകളിൽ അംഗത്വം നമ്മുടെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനുണ്ട്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലും നാഷണൽ ട്രെയിനിങ് സെൻറ്റർ പച്ചമടിയിലുമാണ്. സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം യൂണിഫോം അണിഞ്ഞ ഏറ്റവും വലിയ പ്രസ്ഥാനമാണെന്ന് നമുക്ക് അഭിമാനം തരുന്നതാണ്. ഈ വിശ്വ സാഹോദര്യ പ്രസ്ഥാനത്തിൽ അംഗമാകുക എന്നത് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. നവംബർ 7 ഫൗണ്ടേഷൻ ഡേ മുതൽ നവംബർ 14 ശിശുദിനം വരെ ഫൗണ്ടേഷൻ വീക്കായി നാം ആചരിക്കുകയാണ്. താമരശ്ശേരി ജില്ലയിലും ഈ ഫൗണ്ടേഷൻ വീക്ക് വളരെ ഭംഗിയായി ആചരിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ആഴ്ചക്കാലം എല്ലാ സ്കൗട്ട് ഗൈഡുകളും ഇതിൽ വളരെ സജീവമായി രംഗത്തുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താമരശ്ശേരി ജില്ലയുടെ എല്ലാ പരിപാടികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. ജയ് ഭാരത്, ജയ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. പ്രിയ സ്കൗട്ട് ഗൈഡ് കുടുംബാംഗങ്ങളെ, താമരശ്ശേരി ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നവംബർ 7 മുതൽ 14 വരെ നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാമിനും അതോടൊപ്പം തന്നെ വിവിധ മത്സര ഇനങ്ങൾക്കും എൻ്റെയും അതോടൊപ്പം തന്നെ ബാലുശ്ശേരി എല്ലയുടെയും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.